തിരുവനന്തപുരം കിഴക്കേ കോട്ടത്തെരുവ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് വേദിയായി. തെരുവിൽ പലവിധ കച്ചവടം നടത്തുന്ന സിറ റാസി എന്ന യുവ കവിയുടെ 4ാമത് പുസ്തകത്തിന്റെ പ്രകാശനമാണ് തെരുവിൽ നടന്നത്. വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ട് തെരുവിൽ ഒരു കവിതാ ലോകം നിർമ്മിക്കുകയാണ് റാസി. പച്ച മനുഷ്യൻ ആരെ കണ്ടാലും ചിരിക്കും. പച്ച മനുഷ്യന്റെ ചിരി കിട്ടുന്നവർ വിചാരിക്കില്ലും അയാൾ എന്ത് നല്ല പച്ച മനുഷ്യനാണെന്ന്. പച്ച മനുഷ്യനറിയാതെ പച്ച മനുഷ്യന്റെ തെരുവിൽ നിങ്ങളൊരു ദിനം പോണം. ചുറ്റിലും ആളും ആരവവുമില്ല. കൊട്ടിയാഘോഷിക്കപ്പെടുന്ന കവി അരങ്ങുകളിലെ നിറസാന്നിധ്യമല്ല. പക്ഷേ റാസിയുടെ കവിതകൾ റാസിയെപ്പോലെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നവയാണ്. തിരുവനന്തപുരം നഗരത്തിലെ തെരുവുകൾ ഈ മനുഷ്യന് വീടാണ്. തെരുവിലെ യാത്രക്കാർ സ്വന്തക്കാരും. ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ഒരിക്കലെങ്കിലും തെരുവിലൂടെ നടക്കണമെന്നാണ് റാസി പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മറക്കാൻ പറ്റും. കാരണം ജനങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ വരുന്നത് ഇവിടെ വരും, ആൾക്കാരുടെ തമാശ അടിക്കും, സംസാരിക്കും. അത് അവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് രാത്രി ചില സമയത്ത് കിടക്കുന്നത് അവിടെയാണ് കിടക്കുന്നത് രാത്രി. അത്രയേ ഉള്ളൂ. അതൊരു തെരുവിൻ്റെ എൻ്റെ ഒരു ഫിലോസഫിയാണ്. അതായത് തെരുവിലേക്ക് വരൂ, നിങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റൂ എന്നുള്ളത്. തെരുവിന്റെ സ്വന്തം കലാകാരന്റെ പുസ്തക പ്രകാശനത്തിന് അതേ തെരുവിനോളം അനുയോജ്യമായ മറ്റൊരിടമില്ല. 4ാമത്തെ പുസ്തകം ജെയുടെ പ്രകാശന ചടങ്ങിനങ്ങനെ ഈ തെരുവീഥി സാക്ഷിയായി. കവിതകളിൽ കാണുന്നതും ഈ തെരുവും ഈ തിരുവനന്തപുരത്തെ മനുഷ്യരും തെരുവിലെ മനുഷ്യരും ആഗോളമായ കവിതയുടെ സാധ്യതകളുമാണ്. തെരുവ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ഇടം തന്നെയാണ്. ഈ മനുഷ്യൻ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. തെരുവ് ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന തന്റെ കവിതകളിലൂടെ സിറ റാസി പുതിയൊരു ലോകമുണ്ടാക്കുന്നു. അവിടെ നിരാശകൾക്കോ സമ്പത്തിനോ ഇല്ലായ്മകൾക്കോ ഒരു സ്ഥാനവുമില്ല. എന്നും സന്തോഷമുള്ളവരായിരിക്കുക, ഉള്ളതിൽ നന്ദിയുള്ളവരായിരിക്കുക. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.